'Cause my love, you should know that it's you that I've chosen, and I'm ready to give you my all. Yes, I'm wide open. Come and get it, come and get it. You know that I could be the one that makes you complete. 'Cause I've fallen head over heels, and you are the only one. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए। I used to be lost in the darkness, but you were my star. I feel like a king when I'm in your arms, and I ain't going nowhere. Baby, you make me feel so vulnerable, so please be careful with my heart, with my heart. Know that I could be the one that makes you complete. 'Cause I've fallen head over heels, and you are the only one. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए। कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको। സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർമ്മലിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശവീശുന്ന മോഹനാം ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവർ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നും നടന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് തന്ന ഈ അവസരത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
കർത്താവ് ഈ ഭവനത്തിലായിരിക്കുമ്പോൾ പ്രത്യേകമായി ഈ ഭവനത്തിലെ കുടുംബനാഥന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് സൂക്ഷിക്കണമേ. അങ്ങയോടത്ത് സ്വർഗത്തിലായിരിക്കുവാനുള്ള കൃപ കർത്താവെ ആ കുടുംബനാഥന്റെ ആത്മാവിനെ അങ്ങ് നൽകണമേ. കർത്താവെ, പ്രത്യേകമായി കുടുംബത്തെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് വിവാഹത്തിന് മനസ്സമ്മതം ചോദിക്കുവാനായി പോകുന്ന ജോബിഷൻ ഞങ്ങളുടെ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയിൽ നിന്നും ആ മകനോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇന്ന് മനസ്സമ്മതം ചോദിക്കുമ്പോൾ ആ ബന്ധം എന്നെന്നും നിലനിൽക്കുവാനുള്ള കൃപ കർത്താവെ ആ മകന് നൽകണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ സന്തോഷത്തിൽ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ കർത്താവെ ആ മകന് നൽകണമേ. അതോടൊപ്പം ആ കുട്ടിയെ അഖില എന്ന മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ മകളുടെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ അങ്ങയുടെ സ്നേഹം കൂടുതലായി തിരിച്ചറിയുവാനുള്ള കൃപ കർത്താവെ ആ മകൾക്കും ആ കുടുംബത്തിനും നൽകണമേ. കർത്താവെ, ഈ കുടുംബത്തിലെ ആന്റിയെയും ജോമിയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയും ചൈതന്യവും എന്നെന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. നമുക്ക് ഈ കുടുംബത്തെ മുഴുവനായും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, പോലെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി ജോബിഷിനോടൊപ്പം അഖിലയോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും